Assalamu alaikum. Welcome to English class. How are you? I think all are fine. Okay, and prep for it. Okay, then today we are going to start our lessons. രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പേജ് നമ്പർ 9. Okay, take page number 9. Abe's first speech. Who is Abe? Abraham Lincoln. Okay, Abraham Lincoln is one of the greatest of American statesmen. നമുക്കറിയാം ആരായിരുന്നു എബ്രഹാം ലിങ്കൺ എന്ന് അല്ലേ? അമേരിക്കയിലെ ഒരു മഹത് വ്യക്തിയായിരുന്നു. ഹി ഈസ് നോൺ ഫോർ ഹിസ് സെലിബ്രേറ്റഡ് സ്പീച്ച്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് ആസ് എ ലിറ്റിൽ ബോയ്. ഇവിടെയുള്ള ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്പീച്ചായിരുന്നു. ആ ഒരു സ്പീച്ചിൻ്റെ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. Abe's first speech. Abe made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. Abe എന്ന് നമ്മുടെ അബ്രഹാം ലിങ്കൻ്റെ ഷോർട്ട് ഫോമാണ്. Abe made his first speech. അദ്ദേഹത്തിൻ്റെ ആദ്യ സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്, അവനൊരു കുട്ടിയായിരുന്നപ്പോൾ തന്നെയാണ് അവൻ ആ സ്പീച്ച് നടത്തിയത്. ഗോയിങ് ബെയർഫൂട്ട് മീൻസ് നഗ്നപാതൻ. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. ദെൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ചെറിയൊരു കുട്ടിയായിരുന്നു, ബെയർഫൂട്ടായിരുന്നു, ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്ട്രൈക്കിംഗ്. ഇനി അവൻ്റെ മുടി എങ്ങനെയായിരുന്നു? സ്ട്രൈക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രോൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അപ്പോൾ അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു തൊപ്പിയായിരുന്നു. അതിനെ അവന് ക്രോൺ എന്നാണ് പറയുന്നത്, അവൻ്റെ കിരീടം. അതിലൂടെ അവൻ്റെ മുടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ദെൻ Abe, in company with his rail-splitting companion Dennis Hanks, attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms vividly. Then Abe, in company with his rail-splitting എന്നുള്ളതിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ലിങ്കൺ ഹാസ് ഓഫൺ ബീൻ പോർട്രേസ്ഡ് ആസ് എ റെയിൽ സ്പ്ലിറ്റർ. എബ്രഹാം ലിങ്കനെ എപ്പോഴും വരച്ച് കാണിക്കുന്നത് ഒരു റെയിൽ സ്പ്ലിറ്റർ ആയിട്ടാണ്. വൈൽഡിങ് എ ഹെവി ആക്സ് ആൻഡ് സ്പ്ലിറ്റിംഗ് ലോക്സ് ടു മേക്ക് റെയിൽ ഫെൻസസ്. അപ്പോൾ അവന് എന്ത് ചെയ്യാറുണ്ട്? വെൽഡിങ് എ ഹെവി ആക്സ് ആൻഡ് സ്പ്ലിറ്റിംഗ് ലോക്സ് ടു മേക്ക് റെയിൽ ഫെൻസസ്. അപ്പോൾ റെയിലിൻ്റെ ആ ഒരു വേലികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആക്സസ് ഉപയോഗിച്ച് വൈൽഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ റെയിൽ സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. ഇനി അവൻ്റെ കമ്പനി ആരായിരുന്നു? കമ്പാനിയൻ ഡെന്നിസ് ഹാങ്സ് ആയിരുന്നു അവൻ്റെ സുഹൃത്ത്. അവർ രണ്ടുപേരും കൂടെ അറ്റൻഡ് ചെയ്തു ഒരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കറിൻ്റെ മീനിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. വാസ് എ സ്പീച്ച് അഡ്രസ്ഡ് ടു ദി ജനറൽ പബ്ലിക് ഡ്യൂറിങ് എ പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ക്യാമ്പയിൻ. അതായത് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കുന്ന സ്പീച്ചാണ് സ്റ്റംപ് സ്പീച്ച് എന്ന് പറയുന്നത്. ജനറൽ പബ്ലിക് സ്പീച്ചാണ്. വേർ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ് സ്റ്റുഡ് അപ്പോൺ 3 സ്റ്റംപ്സ് ടു ഡെലിവർ എ സ്പീച്ച്. അവിടെ എന്തായിരിക്കും? പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? സ്റ്റുഡ് അപ്പോൺ 3 സ്റ്റംപ്സിൻ്റെ മുകളിൽ അവർ നിൽക്കുന്നുണ്ടാവും. ടു ഡെലിവർ എ സ്പീച്ച്. എന്തിനു വേണ്ടിയിട്ട്? ആ സ്പീച്ച് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ കസ്റ്റം ഇൻ 19th century അമേരിക്ക. അത് അമേരിക്കയിലെ 19ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ആ ഒരു സ്റ്റംപ് സ്പീച്ച്. ഓക്കെ, ദെൻ ഇവിടെ ആ ഒരു സ്റ്റംപ് സ്പീച്ചിലാണ് അറ്റൻഡ് ചെയ്ത ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ, വൺ ഓഫ് ദീസ് ലൗഡ് വോയിസ്ഡ് ഫെല്ലോസ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് അതിലുള്ള ഏറ്റവും സൗണ്ടുള്ള ഒരു വ്യക്തി ഹു ഷൗട്ടഡ്
അയാൾ ഒച്ച വെച്ചു അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശബ്ദത്തിൽ. ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈഡ്ലി, അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തി കാട്ടിയിട്ട് അയാൾ ഒച്ച വെച്ച് സംസാരിച്ചു. എന്താണ് അയാൾ പറഞ്ഞിരുന്നത്? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച്, അപ്പോൾ അയാൾ സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പീച്ചിൻ്റെ കൺക്ലൂഷൻ, അവസാനത്തിൽ, വിച്ച് ഡിഡ് നോട്ട് മീറ്റ് ദ വ്യൂസ് ഐദർ ഓഫ് എബ് ഓർ ഡെന്നീസ്. The latter declared that Abe could make a better speech than that. അങ്ങനെ അവസാനം അയാൾ ചോദിക്കുകയാണ്, അയാൾ പറയാണ്, which did not meet the views either Abe or Dennis. The latter declared that Abe could make a better speech than that. Whereupon he got a dry goods box and called on Abe to reply to the campaign orator. അപ്പോൾ അയാളുടെ സംസാരത്തിന് ശേഷം അയാളുടെ സംസാരത്തിന് മറുപടി കൊടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അയാൾ എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ഏബിന് കഴിയുമോ, നമ്മുടെ അബ്രഹാം ലിങ്കന് കഴിയുമോ എന്നുള്ളതാണ്. ഹി ഗോട്ട് എ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് കോൾഡ് ടു ഏബ് ടു റിപ്ലൈ ടു ദ ക്യാമ്പയിൻ ഒറേറ്റർ. അപ്പോൾ ക്യാമ്പയിനിൽ ഒറേറ്റർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ക്ഷണിക്കുന്നത്? നമ്മുടെ ഏബിനെയാണ് ക്ഷണിക്കുന്നത്. ലിറ്റിൽ ഏബ് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ്റെ തലയിലുണ്ടായിരുന്ന ആ ചെറിയ ഓൾഡ് സ്ട്രോ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൊപ്പി അവൻ എടുത്ത് എറിഞ്ഞു. ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ് ബോക്സ്, എന്നിട്ട് ആ ഗുഡ്സ് ബോക്സിൻ്റെ മുകളിൽ കയറി നിന്നു. ആൻഡ് ഡെലിവേർഡ് എ സ്പീച്ച്, എന്നിട്ടൊരു സ്പീച്ച് അങ്ങ് എന്ത് ചെയ്തു, ഡെലിവർ ചെയ്തു. വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്, അത് അവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകളുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റി. ആൻഡ് വൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്, എല്ലാവരും അദ്ദേഹത്തെ എന്ത് ചെയ്തു, അപ്ലോസ് ചെയ്തു, അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഈവൻ ദ ക്യാമ്പയിൻ ഒറേറ്റർ അഡ്മിറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പയിൻ ഒറേറ്റർ അടക്കം അവൻ്റെ ആ ഒരു സ്പീച്ചിനെ അഭിനന്ദിച്ചു, അപ്ലോഡ് ചെയ്തു. ആൻഡ് ആൻസേർഡ് എവറി പോയിൻ്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ, അവൻ്റെ ഓരോ ഒറേഷനും മറുപടി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവനെ അഭിനന്ദിച്ചു. ഓക്കെ, ഡെന്നീസ് ഹാങ്സ്, ഹൂ തോട്ട് എബ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഹൂ എവർ ലിവ്ഡ്, വാസ് ഡിലൈറ്റഡ്. ഡെന്നീസ് ഹാങ്സ് എന്ന് പറയുന്നത് ആരുടെ ഫ്രണ്ടായിരുന്നു? നമ്മുടെ ഏബിൻ്റെ ഫ്രണ്ടായിരുന്നു. അവനക്ക് അറിയാമായിരുന്നു എന്ത്, ഏബ് എന്തായി മാറുന്നത്, ഗ്രേറ്റസ്റ്റ് മാൻ ഹൂ എവർ ലിവ്ഡ്, ജീവിച്ചിരിക്കുന്നതിൽ നിന്ന് വെച്ച് ഏറ്റവും മഹാനായ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ഏബ് മാറുമെന്ന് തൻ്റെ ഫ്രണ്ടിന് അറിയാമായിരുന്നു. വാസ് ഡിലൈറ്റഡ്. ആൻഡ് ഹി വാസ് ഓഫൺ സ്പോക്ക് ഓഫ് ഹൗ യങ് ഏബ് ഗോട്ട് ദ ബെറ്റർ ഓഫ് ദ ട്രെയിൻ ക്യാമ്പയിൻ സ്പീക്കർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏബ്സ് ഫസ്റ്റ് സ്പീച്ചിൻ്റെ ആ ഒരു സ്റ്റോറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് താഴെ തിങ്ക് ആൻഡ് റൈറ്റ് റെസ്പോണ്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് മെയ്ഡ് ലിറ്റിൽ ഏബ് സ്റ്റാൻഡ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് ഡെലിവർ ദ സ്പീച്ച്. എന്താണ് നമ്മുടെ ലിറ്റിൽ ഏബിനെ ആ ഒരു ഡ്രൈ ബോക്സിൻ്റെ മുകളിൽ കയറി നിൽക്കാനും അവനെ സ്പീച്ച് നടത്താനും സഹായിച്ചത് എന്താണ്? അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഡെന്നീസ് ഹാങ്സ്, അവൻ്റെ ആ ഒരു സപ്പോർട്ട് അതായിരുന്നു. അതുപോലെ അവനിലുള്ള ആ ഒരു വിശ്വാസം, അതാണ് നമ്മുടെ ഏബിനെ എന്ത് ചെയ്യാൻ സഹായിച്ചത്, ഒരു സ്പീച്ച് അവിടെ നടത്താൻ വേണ്ടി സഹായിച്ചത്. ഓക്കെ, ഡു യു തിങ്ക് ഗുഡ് ഡ്രസ്, അപ്പിയറൻസ്, പൊസിഷൻ ഇൻ സൊസൈറ്റി എക്സെട്ര ആർ നീഡഡ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബിഫോർ ദ പബ്ലിക് ഫോർ എ സ്പീച്ച്? ഡു യു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഗുഡ് ഡ്രസ്, നല്ല വസ്ത്രം, അപ്പിയറൻസ്, നല്ല കാണാനുള്ള ആ ഒരു ഭംഗി, ആൻഡ് പൊസിഷൻ ഇൻ സൊസൈറ്റിയിൽ നല്ല പൊസിഷൻ, ഇതൊക്കെ ആവശ്യമുണ്ടോ? ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബിഫോർ എ പബ്ലിക് ഫോർ എ സ്പീച്ച്, ഒരു സ്പീച്ചിന് വേണ്ടി മറ്റുള്ളവരുടെ, ആളുകളുടെ, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതുണ്ട്? ഒരിക്കലും വേണ്ടതില്ല, അല്ലേ? ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ഡെന്നീസ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യങ് ഏബ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെന്നീസിൻ്റെ റോൾ എന്തായിരുന്നു? ഇൻ ബ്രിങ്ങിങ് ഔട്ട്, പുറത്ത് കൊണ്ടുവരുന്നതിൽ, ദ ബെസ്റ്റ് ഇൻ യങ് ഏബിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് അതിനെ പുറത്ത് കൊണ്ടുവരുന്നതിൽ ഡെന്നീസിൻ്റെ റോൾ എന്തായിരുന്നു? ഡെന്നീസിൻ്റെ റോളാണ് അവിടെ എന്ത്, ഗ്രേറ്റസ്റ്റ് റോൾ, അല്ലേ? ദെൻ ഡു യു തിങ്ക് ദാറ്റ് എവറിബഡി ഹാസ് സം പൊട്ടൻഷ്യൽ ഇൻ ദം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാവരിലും എന്തൊക്കെയോ കഴിവുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഉണ്ട്, അല്ലേ? എല്ലാവർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ട്. ദെൻ സം പീപ്പിൾ ടേക്ക് ദ ഇനിഷ്യേറ്റ്, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, സ്വയം അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, സ്വയം തുടങ്ങി വെക്കുന്നു. വൈൽ അതേഴ്സ് ഡു നോട്ട് ഡെയർ ടു ഷോക്കേസ് ദെയർ ടാലൻസ്,
പക്ഷെ ചിലവരെന്ത് ചെയ്യുന്നു, അത് കാണിക്കാൻ അവരുടെ ടാലൻസ് പുറത്ത് കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല. ആൻഡ് വാട്ട് ഡു യു തിങ്ക് ആർ ദ റീസൺസ് ഫോർ ദിസ്? എന്തായിരിക്കും ഇതിന് കാരണം? ചിലവർ എന്ത് ചെയ്യും, അവരുടെ ടാലൻ്റൊക്കെ പുറത്ത് കാണിക്കും, അവരുടെ കഴിവുകളൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാനും ഒക്കെ അവർ റെഡി ആയിരിക്കും. ചില ആളുകൾ എപ്പോഴും എന്തായിരിക്കും, ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, പക്ഷെ അവരൊരിക്കലും അത് പുറത്തോട്ട് കൊണ്ടുവരാൻ അവർക്ക് ഒന്നുകിൽ എന്താവും, പേടിയായി, സ്റ്റേജ് ഫിയർ ആവാം, അല്ലെങ്കിൽ ധൈര്യക്കുറവാകാം, കോൺഫിഡൻസ് കുറവാവാം, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണം, നല്ലൊരു സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡു യു തിങ്ക് ആർ ദ റീസൺ ഫോർ ദിസ്? എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? നമുക്കുള്ള കഴിവുകളെ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയും. അപ്പോൾ പക്ഷേ ഒരു പാട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് പാടുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കാം? റൈറ്റ് ഡൗൺ യുവർ വ്യൂസ്. നിങ്ങളുടെ കാഴ്ചപ്പാട് താഴെ എഴുതുക. 2 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുടെ ലഭ്യത കുറവ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, കോൺഫിഡൻസിൻ്റെ കുറവ്, അപാകത. ലാക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അപാകത, കുറവ്. അപ്പോൾ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്റ്റോറിയാണ്. ലിയാമോ ഫ്ലവേർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഒരു സ്റ്റോറിയാണ്. റീഡ് ആൻഡ് റിഫ്ലക്റ്റ് നോക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു യങ് സീഗളിൻ്റെ, ഒരു കുട്ടി ആയിട്ടുള്ള സീഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കാക്കയാണ്. സീഗളിൻ്റെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് വാസ് അഫ്രേഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈ. അത് എന്ത് ചെയ്യണം, അതിന് പേടിയാണ്. ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതിൻ്റെ ആദ്യത്തെ പറക്കൽ. അതായത് നമുക്കറിയാം കിളികൾ അല്ലേ, പക്ഷികൾ മുട്ടയിട്ട് വിരിഞ്ഞ് കിളികളുണ്ടാകുന്നു. അവർ കൂട്ടിനുള്ളിൽ കിടന്ന് വലുതായി കഴിഞ്ഞാൽ പറക്കാനുള്ള പ്രായമാകുമ്പോൾ അമ്മമാർ അവരെന്ത് ചെയ്യും, പറക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് അവർ പറക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ കേസാണെങ്കിൽ ഏതൊരു മൃഗത്തിൻ്റെ ആണെങ്കിലും ഏതൊരു പക്ഷിയുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ യങ് സീഗളിന് എന്താണ് സംഭവിക്കുന്നത്, അവന് പേടിയാണ്, പറക്കാൻ പേടിക്കുന്നു. അത് കാരണം അവൻ എന്ത് ചെയ്യണം, അവൻ ഒറ്റപ്പെട്ടു പോവാണ്. ആൻഡ് നൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ ആൻഡ് ദെർബൈ എക്യുപ്ഡ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ഹൗ ഇറ്റ്സ് പാരൻസ്, അപ്പോൾ അവൻ്റെ പാരൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്നിട്ട് അവൻ്റെ ആ പാരൻസിൻ്റെ പ്രവർത്തികളിൽ മൂലം അവന് അതിന് കഴിഞ്ഞോ. എക്യുപ്ഡ് ടു ഫേസ്, അവൻ ഫേസ് ചെയ്തു ദ ചലഞ്ചസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ വെല്ലുവിളിയെ നേരിടാൻ അവൻ്റെ പാരൻസ്, സീഗളിൻ്റെ പാരൻസ് എങ്ങനെയാണ് അവനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ലിയാമോ ഫ്ലവേർട്ടി. ഓക്കെ, ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ദെൻ ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ലെഡ്ജ് മീൻസ് പാറയുടെയൊക്കെ മുകളിലുള്ള ഭാഗമാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, പാറ കണ്ടിട്ടില്ലേ, അതിൻ്റെ മുകൾ തട്ടിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു അറ്റം എന്ന് പറയില്ലേ, അതാണ് ലെഡ്ജ്. അപ്പോൾ നമ്മുടെ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. യങ് സീഗൾ ഇപ്പോൾ എവിടെയാണുള്ളത്, ആ പാറയുടെ മുകളിലുള്ള ആ ലെഡ്ജിലാണ്. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. ഹിസ് 2 brothers, അവൻ്റെ 2 ബ്രദേഴ്സും, ആൻഡ് ഹിസ് സിസ്റ്റർ, അവൻ്റെ സഹോദരിയും, ഹാഡ് ഓൾറെഡി ഫ്ലോൺ, ഓൾറെഡി അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ പറന്നു പോയിട്ടുണ്ട്. അവേ ദ ഡേ ബിഫോർ, ഒരു ദിവസം മുമ്പ് തന്നെ അവൻ്റെ പേരൻസും അതുപോലെ അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ പറന്നു പോയിട്ടുണ്ട്. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം, അവനക്ക് പേടിയായിരുന്നു. ടു ഫ്ലൈ വിത്ത് ദം, അവരുടെ കൂടെ പറന്നു പോകാൻ അവനക്ക് പേടിയായിരുന്നു. സം ഹൗ വെൻ ഹി ഹാഡ് ടേക്കൺ എ ലിറ്റിൽ റൺ, അവനെന്ത് ചെയ്തു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അവൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ആൻഡ് ലിറ്റിൽ റൺ ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അപ്പോൾ അവൻ ഈ പാറേൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ്, ഒരു തലയിൽ നിന്ന് മറ്റൊരു തലയ്ക്ക്, ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ആൻഡ് അറ്റംപ്റ്റഡ്, എന്നിട്ട് ശ്രമിച്ചു, ടു ഫ്ലാപ്പ്, അടിക്കാൻ, ഹിസ് വിങ്സ്, അവൻ്റെ ചിറക് അടിക്കാൻ അവന് ശ്രമിച്ചാണ്. ചിറക് അടിച്ച് കഴിഞ്ഞ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനക്ക് പറക്കാൻ കഴിയുള്ളൂ. അവൻ അതിന് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി ബിക്കെയിം അഫ്രൈഡ്, അവനതിനെ പേടിക്കുകയാണ്. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബീത്ത്, താഴേക്ക് നോക്കുമ്പോഴെന്താണ്, വളരെ എക്സ്പാൻസ്, വിശാലമായി കിടക്കുന്ന കടലാണ് താഴെ. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ,
അപ്പോൾ ഒന്ന് കാൽ തെറ്റി കഴിഞ്ഞാൽ അത്രയും ആഘാതത്തിലേക്ക് പോകുമെന്നുള്ള അവൻ്റെ ആ ഒരു പേടി. ഹി ഫെൽറ്റ് സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ടഡ് ഹിം. അവനക്ക് തോന്നുകയാണ്, അവനക്ക് തോന്നി ദാറ്റ് ഇത് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകൾ അവനെ ഒരിക്കലും വുഡ് നെവർ സപ്പോർട്ട് ഹിം, ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് തോന്നുകയാണ്. ആൻഡ് സോ ഹി ബെൻഡ് ഹിസ് ഹെഡ്, അവൻ്റെ തല കുനിഞ്ഞു. ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ, എന്നിട്ട് അവൻ ആ പഴയ ആ ഒരു ചെറിയ ഹോളിലേക്ക് തിരികെ പോയി. അണ്ടർ ദ ലെഡ്സ്, ആ പാറയുടെ താഴെയുള്ള ആ ലെഡ്ജിന് താഴെയുള്ള ആ ഒരു ഹോളിലേക്ക് അവൻ തിരികെ പോയി. ആൻഡ് സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, എന്നിട്ട് ആ രാത്രി അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു പാരഗ്രാഫ് എടുത്തിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടു തരിക. കഴിഞ്ഞത് റെക്കോർഡ് ചെയ്ത് വിട്ടു തന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാതിരുന്നത്. മാത്രമല്ല, വൈ വാസ് ദ യങ് സീകൾ അഫ്രൈഡ് ടു ഫ്ലൈ, എന്തുകൊണ്ടാണ് യങ് സീകൾ പറക്കാൻ പേടിച്ചത് എന്നുള്ളതിൻ്റെ ആൻസറും കൂടെ എഴുതി വിടാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.